സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഒടുവിൽ നാം ആ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, ക്രിസ്തുരാജൻ്റെ തിരുനാൾ. യഥാർത്ഥത്തിൽ വാനമേഘങ്ങളിൽ ഇതുപോലെ ഒരു ദിവസമായിരിക്കും അവൻ എഴുന്നള്ളി വരിക. ഈ ദിവസമായിരിക്കണമെന്നില്ല, ഇതുപോലെ ഒരു ദിവസം വാനമേഘങ്ങൾ എഴുന്നള്ളി വരുമ്പോൾ അവൻ്റെ മുമ്പിൽ ഒരുക്കമുള്ളവരായി കാണപ്പെടാൻ. അതിനുവേണ്ടിയാണ് തിരുസഭയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ഒരുക്കം. അടുത്ത ആഴ്ച മുതൽ നമ്മൾ വീണ്ടും ആഗമനകാലം ആരംഭിക്കുകയാണ്. ഒരു വർഷത്തേക്ക് യേശുവിൻ്റെ ജനനവും ജീവിതവും ഒക്കെ മരണവും എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ വീണ്ടും ഒരു വർഷം കൂടി കടന്നു പോവുകയാണ്. അതായത് ഈശോ ഒരു ഉപമ പറഞ്ഞില്ലേ, ആ മരം വെട്ടിക്കളയാൻ ഒരു വർഷം കൂടി ഇവിടെ നിൽക്കട്ടെ, ഞാനതിൻ്റെ ചൂട് കിളച്ച് വളമിട്ട് ഒരു വർഷം കൂടി നിൽക്കട്ടെ. അപ്പോൾ ഓരോ കർത്താവിൻ്റെ കരുണയാണ്. ഓരോ വർഷവും നമുക്ക് സഭയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ചിന്തകൾ, ദൈവിക ചിന്തകൾ, യഥാർത്ഥ സത്യത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മൾ ഒരുങ്ങിയിരിക്കുവാനായിട്ട്, നമ്മുടെ മരണസമയത്ത് നാം ഒരുക്കമുള്ളവരായിരിക്കാം. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ഈ കൂട്ടായ്മ കർത്താവിന് മുമ്പിലായിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അല്ലേ, ശരിക്കും ദൈവരാജ്യത്തിൻ്റെ ഒരു അനുഭവം എനിക്ക് തോന്നുന്നു നമുക്ക് ഈ കൂട്ടായ്മയിലൂടെയാണ്. അല്ലേ, നമ്മൾ ഈശോ ആഗ്രഹിച്ചത് തിരുസഭയിലൂടെ ഒരു കൂട്ടായ്മ ഇതുപോലെ, തിരുസഭ മുഴുവനും യേശുവിന് വേണ്ടി ഒരുക്കത്തോടെ വിശുദ്ധിയിൽ കാത്തിരിക്കുന്നവരാകുവാൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ തിരുസഭ സ്ഥാപിച്ചത്. തൻ്റെ രണ്ടാമത്തെ വരവുങ്കൽ ഈ ഭൂമിയിലായിരിക്കുന്ന എല്ലാവരും തിരുസഭയിലൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരായി. പണ്ട് നമ്മൾ യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ രണ്ടുപേരെ കാണുന്നുണ്ട്, ഹന്നായും ശിമയോനും. ആത്മാവ് അവരെ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് വചനം പറയുക. പ്രായമായി കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകാനൊന്നും അവർക്ക് ശക്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ പരിശുദ്ധാത്മാ പ്രേരിപ്പിച്ചുകൊണ്ടിതാ അന്ന് ദൈവപുത്രൻ ആ ദേവാലയത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു ആത്മീയ പ്രേരണ ലഭിച്ചുകൊണ്ട് ശിമയോൻ അവിടെ എത്തി. അന്ന അവിടെയാണ് കഴിഞ്ഞിരുന്നത്, ദേവാലയത്തിൽ തന്നെ. ഇതൊരു മേഖലയാണ് പറയുന്നത്. തിരുസഭ ഇന്ന് എപ്പോഴാണ് വരുന്നതെന്ന് അറിയാത്തതുകൊണ്ട് അത്രമാത്രം ജാഗരൂകതയോടെ ഒരുക്കത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ നയിക്കപ്പെടേണ്ട നാം ഓരോരുത്തരും. തിരുസഭ എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും, ഓരോ വിശ്വാസിയും. ഇന്ന് ന്യൂയോർക്കിൽ നിന്നും ഓമന അലക്സ കുടുംബം പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ലേ. നമ്മൾ കർത്താവിനെ അറിയേണ്ടവർ, നമ്മൾ ഇന്ന് അറിയാനായി വിളിക്കപ്പെട്ടവർ, നമ്മൾ ഇന്ന് പരസ്പരം മത്സരിച്ചും മല്ലടിച്ചും പരിശുദ്ധാത്മാവിനെതിരെ പോരാടിയൊക്കെ കഴിയുമ്പോൾ യേശുവിൻ്റെ വരവിൻ്റെ സമയത്ത് എവിടെയാണ് നമ്മുടെ ഒരുക്കം? 10 കന്യകളിൽ 5 പേർക്ക് ഒരുക്കമില്ലാതിരുന്നതുപോലെ നമ്മളും അങ്ങനെ ആയിപ്പോകുമോ? തിരുസഭ അല്ലെ, സഭയിലുള്ള പ്രശ്നങ്ങൾ അല്ലെ, എല്ലാ സഭകളിലും അപ്പോൾ ഒരു പ്രത്യേക സമയമാണ്, എല്ലാ സഭകളിലും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത സാത്താൻ അഴിച്ചു വിട്ടിരിക്കുകയാണ്. യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനിപ്പോൾ സമയമില്ല, ബാക്കിയുള്ള കാര്യങ്ങളാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെ. പണ്ട് ആദിമ സഭയിൽ എന്തൊരു കാത്തിരിപ്പായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ ഉടനെ വരും, ഇന്നല്ലെങ്കിൽ നാളെ യേശുവിൻ്റെ വരവാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ വളരെ ഒരുക്കത്തോടെയാണ് ആദിമ സഭ. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 4-ാമത്തെ അധ്യായം 32, വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. വിശ്വാസികളുടെ സഭ അങ്ങനെയായിരുന്നു ആദ്യം, ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശമില്ല. ഇന്നങ്ങനെയല്ല, വസ്തുക്കൾക്ക് വേണ്ടി സഭയിൽ പോലും ഏത് സഭയിലാണ് വസ്തുക്കൾ കൂടുതലുള്ളതെന്നൊക്കെ ഇത് പറയുമ്പോൾ നമ്മൾ മലന്നുകിടന്ന് തുപ്പുന്നവരെയാണ്. നമ്മുടെ തന്നെ ഇഷ്യൂസാണ്, നമ്മുടെ തന്നെ പ്രശ്നങ്ങളാണ്. എല്ലാം പൊതുസ്വത്തായിരുന്നു അന്ന്. അപ്പോസ്തലന്മാർ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി, അല്ലേ? എനിക്ക് ചിന്തിക്കുകയായിരുന്നു, അവരെല്ലാവരുടെ മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. തോമസ് ലീയ കേരളത്തിൽ വന്നപ്പോൾ വേറൊന്നുമല്ല, പണം കൊണ്ട് വന്നില്ല, എല്ലാവർക്കും ഒന്നും പണം വാരി കൊടുത്തിട്ടൊന്നുമല്ല.
അല്ലെങ്കിൽ അന്ന് ഹോളി ലാൻഡിലേക്ക് കൊണ്ടുപോകാം എന്നൊന്നും പറഞ്ഞ എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കി അല്ലേ. ഇന്ന് അവിടെ ഇവിടെ കൊണ്ടുപോകാം, പണം തരാം, വീട് വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളാക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നവരെ. അന്ന് തോമാസ് ലീഹ വന്നൊന്നും പറഞ്ഞില്ല, ഞാൻ അവിടെ ഇവിടെ കൊണ്ടുപോകുന്നൊന്നും പറഞ്ഞില്ല. തോമാസ് ലീഹ അതാണ്, തോമാസ് ലീഹയിലുണ്ടായിരുന്ന കൃപാവരം, ആ യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തോമാസ് ലീഹയിലൂടെ അനേക ജീവിതങ്ങൾക്ക് ആ ദൈവിക സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാം വിശ്വാസം സ്വീകരിച്ചത്. നമുക്കിന്ന് സഭ, നമ്മൾ ഓരോരുത്തരും, വീണ്ടും പറയാണ്, നമ്മൾ ഓരോരുത്തരുമാണ് സഭ. നമുക്കിന്ന് കൃപാവരങ്ങളൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മളെ മറ്റുള്ളവർ കാണുമ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നവരും വഴക്കുണ്ടാക്കുന്നവരും യേശുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലാണ്. അവൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തുമാത്രം പിന്നോക്കമാണ് നമ്മൾ. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ആദിമ സഭയിൽ എത്രയോ രക്തസാക്ഷികളാണ്. റോമിലൊക്കെ എത്രയോ രക്തസാക്ഷികളാണ് യേശുവിന് അവനെ സ്വന്തമാക്കി. ഇന്ന് അവനെ ഓർപ്പിച്ച് വേറൊരു കാര്യമാണ്, അവനെ സ്വന്തമാക്കി, ക്രിസ്തുവിനെ സ്വന്തമാക്കി. അതിനുവേണ്ടി പീഡനങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒന്നും വേണ്ട, നമ്മുടെ സമ്പത്തും വേണ്ട, പേരും വേണ്ട, പ്രശസ്തിയും വേണ്ട, എനിക്ക് സ്വർഗത്തിൽ നിത്യത്തിലെത്താൻ മതി, അവനെ സ്വന്തമാക്കി അവൻ്റെ കൂടെ ആയിരുന്നാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അങ്ങനെയായിരുന്നു ആദിമസഭ. ശേഷം റോമിലൊക്കെ നീറോയുടെ കാലത്തൊക്കെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരൊക്കെയും സിംഹങ്ങളുടെ മുമ്പിലേക്കൊക്കെ എറിയപ്പെടുമ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം യേശുവിനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ എന്ത് നഷ്ടപ്പെട്ടാൽ എന്താ കുഴപ്പം? ജീവൻ പോയാൽ എന്താ? യേശു എന്നെ സ്വന്തമായതുകൊണ്ട്, അവൻ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് കൊണ്ട് ഞാൻ മരിച്ചാലും എൻ്റെ ആത്മാവ് നിത്യതയിലേക്ക് അവൻ കൊണ്ടുപോയിക്കോളും എന്നൊരു നല്ല ഉറപ്പായിരുന്നു. ഇന്ന് നമുക്ക് എവിടെ ആ വിശ്വാസമുണ്ടോ? ഇത് പണ്ട് അങ്ങനെയായിരുന്നില്ല. ആദ്യമ കാലത്തിൽ നമ്മൾ എബ്രായ ലേഖനം 11 വായി വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. എന്താണ് പറയേണ്ടത്? ഗിദെയോൻ, ബാറക്ക്, സാംസൺ, ജാഫ്ത, ദാവീദ്, സാമുവൽ, ഇവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി. അവർ മറ്റുള്ളവരെ ദൈവികതയിലേക്ക് കൊണ്ടുവന്നത് അവരുടെയൊക്കെ വിശ്വാസം മൂലമാണ്. നീതി നടപ്പാക്കി അല്ലെ, ദൈവരാജ്യത്തിലാണ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള ആനന്ദവുമാണ് ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളും. വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായുകൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി അല്ലേ. തോമാസ് ലീഹ, ഫ്രാൻസിസ് സേവ്യർ, ഇവരൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നവരാണ്. ഞാൻ പറയാം, നമ്മൾ അൽഫോൺസാമ ഒക്കെ അവരുടെ രീതിയിലാണ്. അവരെയൊക്കെ നമ്മൾ വിശുദ്ധരായിട്ട് പറയുമ്പോൾ നമ്മൾ അവരുമായിട്ട് എന്താ ബന്ധം അല്ലേ? ഫ്രാൻസിസ് സേവ്യറുമായിട്ടല്ല, തോമാസ് ലീഹയായിട്ട് എന്തെങ്കിലും ബന്ധം നമുക്കുണ്ടോ? നിങ്ങൾ യേശുവുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് അവനോടുകൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞവനാണ് തോമാസ് ലീഹ. ഇന്ന് നമുക്ക് ഇവിടെ അങ്ങ് ജീവിക്കാം. ഇതെല്ലാം ഈ സ്വത്തും സമ്പാദ്യവും അല്ലേ, നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിന്ന് വഴക്കുണ്ടാക്കുന്ന സഭയുടെ അല്ലേ, പാരമ്പര്യം അല്ലേ. ചില കാര്യങ്ങൾ ഇങ്ങനെ ആയാലേ ഈശോയ്ക്ക് ഇഷ്ടമുള്ളൂ അല്ലെ, ചില പാരമ്പര്യങ്ങളെ സഭയിൽ ഇങ്ങനെ ആയാലേ ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ അതിനുവേണ്ടി കലഹിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ ജീവിതകാലം മുഴുവൻ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് നമ്മൾ സഭയുടെ ഉള്ളിൽ, ഞാനും നിങ്ങളും. ഇതുവല്ലോ ആദിമസഭ അവരുടെയൊക്കെ അവസ്ഥ നോക്കണം. വാളിന്റെ വായത്തലിൽ നിന്ന് അവർ വിശ്വാസം കൊണ്ട് രക്ഷപ്പെട്ടു. ബലഹീനതയിൽ നിന്ന് ശക്തന്മാരാ, യുദ്ധത്തിൽ ശക്തിയാന്മാരായി വിദേശ സേനകളെ കീഴ്പ്പെടുത്തി. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനർജീവനത്തിലൂടെ തിരിച്ചു കിട്ടുന്ന കൃപാവരങ്ങളുള്ളതുകൊണ്ട്. ഏലിയായുടെ കാലത്തെ എലീഷയുടെ കാലത്ത് മരിച്ചുപോയ മക്കൾക്കൊക്കെ ജീവൻ തിരിച്ചു കിട്ടി ഈ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട്. യേശുവിന്റെ കാലത്തൊരു മകന് അടക്കാൻ കൊണ്ടുപോയ മകന് ജീവൻ തിരിച്ചു കിട്ടി, ലാസറിന് ജീവൻ കൊടുത്തു. ഇതൊക്കെ ആ ക്രിസ്തുവിന്റെ ആത്മീയ സാന്നിധ്യമായിരുന്നു. ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട് പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. പറയുന്ന പ്രിയമുള്ളവർ, നമ്മൾ എന്തുമാത്രം നമ്മൾക്കിന്ന് എളുപ്പമുള്ള അല്ലേ, നമുക്കിന്ന് കുഴപ്പമൊന്നുമില്ലാതെ സ്വസ്ഥമായിരിക്കാനുള്ള സഭാജീവിതമൊക്കെ മതി. സ്വസ്ഥമായിട്ടിരുന്ന് ആരും നമ്മളെ കുറ്റം പറയാൻ പാടില്ല, നമുക്ക് അടിയൊന്നും വെക്കാൻ പാടില്ല.
നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന ഇത് നമ്മളല്ലേ, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറയുന്നത് നമ്മുടെ തന്നെ കുറ്റമായിട്ട് നമ്മളങ്ങനെ ആയിപ്പോയി. മെച്ചപ്പെട്ട പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാടുകളുടെയും കോലാളുടെയും തോല് ധരിച്ചുകൊണ്ട് നിസ്സഹായരും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. നോക്കണം, അവർക്കാർക്കും ഒരു അല്ലേ ഇങ്ങനെ ആയിരിക്കണം, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. നമുക്ക് നോക്കിയാൽ എന്തെല്ലാം പ്രശ്നം പറയുന്ന പ്രിയമുള്ള, നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ സഭയിലും നമ്മൾ തമ്മിലുള്ള ഒരു ഗ്രൂപ്പും വേറൊരു ഗ്രൂപ്പും തമ്മിലുള്ള അല്ലേ എല്ലാ സഭയിലുണ്ട്. സീറോ മലബാറും ജാക്കോബായും ജ്ഞാനായ ചർച്ചും പിന്നെ നമ്മൾ ലത്തീനും യാക്കോബായും മലങ്കരയും എല്ലായിടത്തും നമ്മൾ ഇങ്ങനെ സ്വന്തമായി നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിപ്പിടിക്കാൻ വേണ്ടി എന്നാൽ നമുക്ക് നഷ്ടപ്പെടുമെന്ന് വേണ്ട, നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നമുക്കൊന്നും നഷ്ടപ്പെടും, നമുക്കിത് നിലനിർത്തണം. ഇതിനു വേണ്ടിയാണ് ഇന്നത്തെ പ്രശ്നം മുഴുവൻ. നമുക്ക് മരിക്കാൻ ഇഷ്ടമില്ല, നമുക്ക് സ്വയം ഇല്ലാതായി തരാൻ ഇഷ്ടമില്ല. പിന്നെയുള്ളവരെ അവൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ട് നമ്മൾ വളരെ ദൂരെയാണ്. അവൻ്റെ വരവിൽ നമ്മൾ അവൻ്റെ അടുത്ത് നിൽക്കാൻ പോലുള്ള യോഗ്യതയില്ലാത്തവരായി തീരാണ്. അവരെ ചിലർ നിസ്സഹായരും വേദനിക്കുന്നവരുമായി പീഡിതരുമായി അലഞ്ഞു നടന്നു. അവിടെ പാരമ്പര്യമൊന്നുമില്ല, ഒന്നുമില്ല. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. വനങ്ങളിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞു തിരിഞ്ഞു. ഇത് യേശുവിനെ യേശു സ്വന്തമാക്കിയവരാണ്. അപ്പം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാനത് പറയുന്നത് നമ്മളൊന്ന് ചിന്തിക്കാം. എൻ്റെ ദൈവം ഇങ്ങനെ പോയാൽ പോരല്ലോ. കർത്താവിന് വേണ്ടി കൂടുതലായിട്ട് ജീവിക്കാൻ ഇപ്പോൾ ഉള്ളതൊന്നുമല്ല. കർത്താവിന് വേണ്ടി ഇല്ലാതായി തീരാൻ, കർത്താവിന് വേണ്ടി കൂടുതൽ ഇല്ലാതായി തീരാൻ, പാപത്തിൽ മരിച്ച് യേശുവിനോടോ ജീവിക്കുവാൻ. ഇന്ന് ഒന്നാമത്തെ വായന ആഗോള സഭയിൽ ഈ ഞായറാഴ്ച ദിവസം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന് ഒന്നാമത്തെ വായന. അവിടെ ദാനിയേൽ 7:13 നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടി മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനായവന്റെ മുമ്പിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവന്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവന്റെ രാജ്യത്വം അനശ്വരമാണ്. അല്ലേ, പണ്ട് ഇടയ്ക്ക് ഏലിയാമ ഓർപ്പിച്ചു, ക്രിസ്തുരാജൻ ജയിക്കട്ടെ, രാജരാജന് വാഴട്ടെ എന്ന് കുഞ്ഞുനാളിൽ നിഷ്കളങ്ക മനസ്സുള്ളപ്പോൾ 2ലും 3ലും 4ലൊക്കെ പഠിക്കുമ്പോൾ അന്ന് കയ്യിൽ കൊടിയൊക്കെ ആയിട്ട് ഈ രാജ്യത്തെ തിരുനാളിന് ഇല്ലേ എന്തൊരു സന്തോഷമാണ്. ക്രിസ്തുരാജൻ ജയിക്കട്ടെ, രാജരാജൻ വാഴട്ടെ. നമുക്കതുപോലെ ആത്മാർത്ഥമായിട്ടൊന്ന് പറയാൻ പറ്റൂ. നമുക്ക് എന്തെല്ലാം പ്രകടനങ്ങളാണ് ലോകത്തിൽ നടക്കുന്നില്ലേ അല്ലെ മനുഷ്യരുടെ. നമുക്ക് ഈ ഒരു ഇന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ മുതിർന്നവർക്ക് ക്രിസ്തുരാജൻ ജയിക്കട്ടെ എന്ന് പറയാൻ നമുക്ക് പേടിയാണ്. നമ്മൾക്ക് അത് വലിയ കുഴപ്പമുണ്ടാക്കും ആരെങ്കിലുമൊക്കെ. അതുകൊണ്ട് അതൊന്നും വേണ്ട, ശാന്തമായിട്ട് അറിയുന്നത്. അപ്പം നമ്മളുടെ ജീവിതം യേശുവിൻ്റെ വരവിന് വേണ്ടി എബ്രായ ലേഖനത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ഒരുക്കവുമായിട്ട് നമ്മൾ എവിടെയാണ്? വെളിപാട് 1-ാമത്തെ അധ്യായത്തിൽ നിന്നാണെന്ന് 2-ാമത്തെ വായന. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, വെളിപാട് 4 മുതൽ യോഹന്നാൻ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത്, ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവന്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശു ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും, അവൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഒരു രാജാവാണ്. അവൻ ബലിയർപ്പകനും ബലി വസ്തുവുമായിരുന്നു. തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പുരോഹിതനായിട്ടാണ്, തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പുരോഹിതനായവനാണ് അവൻ. അതുപോലെ ആരുമില്ല. സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് പുരോഹിതനായവനാണ് അവൻ. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും
സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരമാക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വ ഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ഇത് കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചാണ്. വാനമേഘങ്ങളിൽ എഴുന്ന കുരിശിന്റെ അടയാളത്തോടെ എന്ന് പറയുമ്പോൾ അവനെ കാണുമ്പോൾ ഇവനെ ആണല്ലോ ഞങ്ങൾ നിന്ദിച്ചത്, ഇവനാണല്ലോ യേശു എന്ന് പേരുള്ളവൻ, ഇവനെ ആണല്ലോ ഞങ്ങൾ പരിഹസിച്ചത്, ഇവനെ ആണല്ലോ ഞങ്ങൾ നിന്ദിച്ചത് അപമാനിച്ചതും, ഇവൻ ഞങ്ങൾക്ക് വേണ്ടിയാണ് മുറിവേറ്റത്, ഞങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇവൻ ക്രൂശിതനായതെന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇതാ അവന്റെ കയ്യിലെ ആണിപ്പഴുതുകൾ ഞാൻ കാണുന്നു, അവന്റെ മാറത്തെ മുറിവുകളും കാണുന്നു, അവന്റെ കാൽപാദങ്ങളും മുറിവുകൾ കാണുന്നു. എല്ലാ മിഴികളും, ഓരോ മിഴിയും ആർക്കും ഒഴിവ് കഴിവില്ല. ഓരോ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവന്റെ കണ്ണുകൊണ്ട് ഇത് കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും, അന്ന് കുത്തി മുറിവേൽപ്പിച്ച് ഇന്നും അത് തന്നെയല്ലേ നമ്മൾ ഇന്ന് സഭയിൽ ജീവിക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവനെ പീഡിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്ത നിന്ദന വാക്കുകളും പരിഹാസവും ഒക്കെ കൊണ്ട് നമ്മൾ അവനെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. കാരണം ഇത് ഞാൻ പലപ്പോഴും നമ്മൾ ചിന്തിച്ചൊരു വചനമുണ്ടല്ലോ, സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ ഭൂമിയിൽ. ഇപ്പൊ നമ്മൾ തന്നെ ഈ കർത്താവിന്റെ ശരീരമായ സഭയെ നമ്മളൊന്ന് നിന്ദിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്. ഇതെല്ലാം ഓർത്ത് നമ്മൾ ഒരിക്കൽ വിലപിക്കുക, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ലെന്ന്. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യവും അന്ത്യനുമാണ്. വെളിപാടിൽ യോഹന്നാന് കൊടുത്ത ദർശനമാണ്. ഇങ്ങനെയുള്ളവരെ നമ്മുടെ ദൈവരാജ്യം അല്ലേ, ഞാൻ പറഞ്ഞതുപോലെ ഒന്നുമില്ലാതെ യേശുവിനെ നമ്മൾ ഓമന അർപ്പിച്ചാണ്, യേശുവിനെ സ്വന്തമാക്കിയ. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് സഭയുടെ ഉള്ളിൽ നമ്മൾ ആദ്യമ സഭയിൽ എങ്ങനെയായിരുന്നോ അത് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി ഈ കരിസ്മാറ്റിക് നവീകരണമൊക്കെ സഭയിൽ വന്നത് ആദ്യമ സഭയുടെ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പരിശുദ്ധാത്മാവിന് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ നമ്മൾ പാടാറുണ്ട്. ആദ്യ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ യേശുവിനെ സ്വന്തമാക്കി ജീവിച്ച ഒരു ചൈതന്യം വീണ്ടും തിരുസഭയ്ക്ക് ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. അതാണ് എനിക്ക് തോന്നി ഈ കരിസ്മാറ്റിക് നവീകരണ സഭയിൽ കൊണ്ടുവന്നത്. എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, അവിടെയും സാത്താൻ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്ന് പറയുമ്പോൾ എല്ലാം ഇല്ലാതാക്കില്ലേ, പണം വേണ്ട, പേര് വേണ്ട, പ്രശസ്തി വേണ്ട, സ്വന്തമായി ഒന്നും കരുതിയില്ല എന്ന്. പക്ഷെ ഇന്ന് ഞാൻ ആരെയും കുറ്റം, നമ്മൾ പ്രിയമുള്ളവരെ ആ കാര്യം മനസ്സിലാക്കിയാണ് ഈശോ തന്നെ വെളിപ്പെടുത്തി, പരിശുദ്ധ അമ്മയും വെളിപ്പെടുത്തി. ലീലിനോട് പറഞ്ഞു, നിങ്ങളാരും ഒരു സമ്പത്തും അതിനുവേണ്ടി ദൈവരാജ്യത്തെ പ്രവർത്തിക്കേണ്ട, പണത്തിനു വേണ്ടി പണം സ്വന്തമാക്കി ദൈവരാജ്യത്തെ പ്രവർത്തിക്കേണ്ട, അത് വലിയൊരു അപകടമാണ്. അവിടെയാണ് സാത്താൻ കുരുക്കാൻ പോകുന്നത്. അതിനാണ് നമ്മളിന്ന് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രതിഫലമായിട്ട് ഇല്ല, ഒന്നുമില്ല. നമുക്ക് യേശു പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് ഇതാ ദാനമായി കിട്ടിയ പോലെ, ദാനമായി കിട്ടിയതാണ്. നിങ്ങൾ ആരും ഒരു വില കൊടുത്തിട്ടില്ല, യേശു വില കൊടുത്ത് നമുക്ക് തന്നതാണ്. അതുകൊണ്ട് ഇതിന് ആരോടും വില മേടിക്കാൻ പാടില്ല, ഒരു വില പറയാൻ പാടില്ല. നമ്മൾ ഇല്ലാതാകുക, നമ്മൾ മരിക്കുകയാണ് ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ. നമ്മുടെ പണം ഇല്ലാതാകുകയാണ്, നമ്മുടെ ആരോഗ്യം ഇല്ലാതാകുകയാണ്, നമ്മൾ വളരെ ബുദ്ധിമുട്ടുകളാണ്, നമുക്ക് യാത്ര ചെയ്തു പോകാൻ വളരെ ബുദ്ധിമുട്ടുകളാണ്. അതൊക്കെ ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്, ഒന്നും സാരമില്ല. ഉള്ളവരെ അവിടെയാണ് യേശു ഞാൻ പറഞ്ഞത്, സ്വയം ബലിവസ്തുവായി അവൻ ബലിവസ്തുവും പുരോഹിതനുമായിരുന്നു. ബലിയർപ്പണം കഴിഞ്ഞപ്പോൾ അവൻ ഇല്ലാതായി. നമുക്കതുപോലെ ആകാനുള്ളൊരു വിളിയാണ്. ഇത് വളരെ ബുദ്ധിമുട്ടാണ് ലോകത്തിൽ ക്രിസ്തു പറഞ്ഞതുപോലെയൊക്കെ ജീവിക്കാൻ. പക്ഷെ അവൻ്റെ വരവിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതാണ് അനേകർ വിളിക്കപ്പെട്ടവരും അനേകർ എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും വളരെ ചുരുക്കം. രാജാവായി വാനമേഘങ്ങൾ എഴുന്നള്ളി വരുമ്പോൾ അന്ന് യാതൊരു ദാക്ഷിണ്യമില്ല. അതിൽ ഈ മരിച്ചവരുടെ ഒപ്പിച്ച് നമ്മളല്ലേ ഭയാനകമായ വിധി ദിനത്തിൽ നമ്മളൊക്കെ ഞാനൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ലാതെ കയറി പോയില്ല. നമുക്ക് അറിയില്ല. എൻ്റെ ദൈവമേ, നിന്റെ മുമ്പ് നിൽക്കുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ എന്തൊരു ഭയാനകമാണത്. ഇനിയുള്ള ഈ ജീവിതം കർത്താവേ, നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പല കാര്യങ്ങളും നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാനായിട്ട്. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ എന്താണ് അല്ലേ, ഈശോ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. ഗലാത്യർ 5 പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ് അല്ലേ, കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്നപ്പോൾ ജഡത്തിന്റെ ശരീരത്തിന്റെ വ്യാപാരങ്ങൾ. ശരീരം എന്തൊക്കെ ചെയ്യുന്നത്? വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, മന്ത്രവാദം, കൂടോത്രം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗചിന്ത, വിദ്വേഷം,
മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികൾ, ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുക ഇല്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിന് പുറത്താണെന്ന്. എന്റെ ദൈവമേ, ഇതാണ് വചനം, ഇതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. നമ്മൾ ഓർക്കുന്ന കുഴപ്പമൊന്നുമില്ല, എങ്ങനെയെങ്കിലും കയറിപ്പോകുന്നില്ല, എങ്ങനെയെങ്കിലും കയറിപ്പോകാൻ പറ്റില്ല അങ്ങോട്ട്, അല്ലേ? നമ്മൾ കർത്താവിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ വെളിപാടില് ഉണ്ട്, നമുക്കറിയാം. അവിടെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലേ, നാം ഒരു കാര്യം പറയും, നമ്മുടെ മരിച്ചുപോയവരൊക്കെ ഭാഗ്യമുള്ളവരാണ്. നമ്മുടെ മരിച്ചുപോയവരുള്ളവരൊക്കെ ഭാഗ്യമുള്ളവരാണ്. ഈ ഭൂമിയില് പ്രത്യേകിച്ച് നേരത്തെയൊക്കെ മരിച്ചുപോയവർ, അല്ലേ? നമ്മളൊക്കെ അവർക്ക് വേണ്ടി, നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? നമുക്കൊക്കെ മുമ്പേ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ വളരെ ഭാഗ്യമുള്ളവരാണ്. നമ്മളൊക്കെ മരിക്കുമ്പോൾ ആരാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്? നമ്മളത് ഓർത്ത് ഭയപ്പെടണം. വരും തലമുറയൊക്കെ ഇതൊന്നും ഓർക്കും നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മൾ ഒരുങ്ങിയിരിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ദൈവസന്നിധിയിലേക്ക്, അല്ലെ, ഈ ലോകത്തിൽ ആയിരുന്ന പോലെ ലൂക്കാ സുവിശേഷത്തിലെ 20-ാമത്തെ അധ്യായത്തില് ഈശോ പറഞ്ഞില്ല, എന്നുള്ള ചോദിച്ചില്ലേ, മരിച്ചവര് അവരുടെ പുനരുത്ഥാനത്തിൽ എങ്ങനെയായിരിക്കും? കർത്താവ് പറഞ്ഞു, അവർ ദൂതന്മാരെ പോലെ ആയിരിക്കും. നമ്മുടെ വ്യക്തിബന്ധങ്ങളൊന്നുമില്ല, അത് അറിയേണ്ടതാണ്. നമ്മള് എൻ്റെ അമ്മായിമാണ്, എൻ്റെ ചേച്ചിയാണ്, എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ വൈഫാണ്, എൻ്റെ സഹോദരനാണ്, സഹോദരിയാണെന്ന് പറഞ്ഞ് ആരും ഇവിടെ കാണത്തില്ല. അവരെല്ലാം പറയും, ഇതാ നമ്മളെല്ലാം യേശുവിൻ്റെതാണ്, യേശുവിന്റെ സ്വന്തമാണ്, യേശുവിന്റെ സഹോദരനാണ്, യേശുവിന്റെ സഹോദരിയാണ്, നമ്മളെല്ലാവരും അവൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനന്ദം. ഇതാ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള ഒരു ആനന്ദം, അല്ലേ? ഞാനിങ്ങനെ പറയാറുണ്ട്, രക്തബന്ധത്തെക്കാൾ വളരെ ശക്തമായ ഒരു ആത്മീയ ബന്ധം നമുക്കുണ്ട്. ഞാൻ വളരെ ആത്മാർത്ഥ അഭിമാനത്തോടെ, ചില അഹങ്കാരത്തോടെയൊക്കെ പറയുന്നത്, അല്ലെ? നമുക്ക് നമ്മുടെ ഒരു ബന്ധുക്കളോടുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ബന്ധം, ഒരു ആത്മീയ ബന്ധം നമുക്കുണ്ട്. കാരണം എന്താ? നമ്മുടെ ഒറ്റ ചിന്തയുള്ളൂ, യേശുവിനെ സ്വന്തമാക്കണം. നമുക്ക് പറമ്പ് വേണ്ട, പണം വേണ്ട, നമുക്കൊന്നും വേണ്ട, നമുക്ക് യേശുവിനെ സ്വന്തമാക്കിയാൽ മതി. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മള്. തിരുസഭ അങ്ങനെ ആയിരുന്നു ആദ്യം. തിരുസഭയുടെ ഉള്ളിൽ ഇങ്ങനെ ഇന്ന് ചെറിയ ലോകത്തിൽ അനേക ഭാഗങ്ങളിൽ ദൈവം വിശുദ്ധീകരിക്കുന്നത് ഇങ്ങനെയാണ്. യേശുവിനെ സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം തന്നുകൊണ്ട് വേറെ ഒന്നും വേണ്ട, പണം വേണ്ട, സമയം വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും ആരോഗ്യവും ഒക്കെ കത്തി തീരട്ടെ. അവന് ബലിവസ്തുവും ബലി പുരോഹിതനുമായിരുന്നത് പോലെ നമ്മളും ഒരു ബലിവസ്തുവായി തീരട്ടെ ഈ ഭൂമിയിലെ ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവവചനത്തിനു വേണ്ടി. അതെ, അത് നമുക്ക് സന്തോഷിക്കാം. കാരണം ഈ ഭൂമിയിൽ ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ കരിസ്മാറ്റിക് നവീകരണത്തിന് ശേഷം നമുക്ക് ഈ ഒരു വലിയ ബോധ്യം, യേശുവിനെ സ്വന്തമാക്കുക. പണം വേണ്ട, പേര് വേണ്ട, പ്രശസ്തി വേണ്ട, ആരും നമ്മളെ പുകഴ്ത്തി പറയണ്ട. എല്ലാവരും നമ്മളെ ഉപദ്രവിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. എല്ലാവരും നമ്മളെ തടഞ്ഞോട്ടെ. ഈ പാർട്ടികൾ ഇവരെ വചനത്തെ പറയാൻ കൊള്ളത്തില്ല, ഇവരെ വിളിക്കണ്ട, അവർ നമ്മൾ രക്തസാക്ഷികളാകുകയാണ് യേശുവിന് വേണ്ടിയിട്ട്. ഓ, എത്ര മനോഹരമാണെന്നത് നമ്മളുടെ ജീവിതം. അവിടെയാണ് ആനന്ദം, നമുക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം എന്താ? യേശു നമ്മുടെ ആത്മാവിൽ സ്വന്തമാക്കി. ഇവരുള്ള തിരുസഭ മുഴുവനും ഇതുപോലെ ആകാൻ വേണ്ടിയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അത് ലോകമെമ്പാടുള്ള സകല മനുഷ്യരെ ഇതുപോലെ ആകാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നു. ദൈവരാജ്യം അതാണ്, ദൈവരാജ്യം ഇതാണ്. അതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ മരിച്ചുപോരൊക്കെ, ദൈവരാജ്യത്തിന് മരിച്ചുപോരൊക്കെ ലൂക്ക 34 പറഞ്ഞിരിക്കുന്നതിലെ അവിടുന്ന് മരിച്ചവരുടെ എല്ലാം ജീവിച്ചിരിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ മരിച്ചുപോയവരും ആത്മാവിൽ ജീവിച്ചിരിക്കുന്നവരാണ്. നമ്മുടെ മരിച്ചുപോരൊന്നും ശൂന്യതയിലേക്കല്ല, അവർ ആത്മാവായി ദൈവസ്ഥലത്തിൽ ജീവിക്കുകയാണ്. ശുദ്ധീകരണത്തിൽ പോയവരുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ നവംബർ മാസം നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിന് സ്വന്തമായ പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞ്, പരിശുദ്ധ അമ്മ പറഞ്ഞ എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമായ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമെന്ന് ദിവ്യകാരൻ ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എന്നും നമുക്ക് വേണ്ടി നമുക്ക് അറിയത്തില്ലാത്ത അനേക ആത്മാക്കൾക്ക് വേണ്ടി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിൽ ഞാൻ പറഞ്ഞു, നമുക്ക് സ്വന്തമൊന്നുമില്ല. അവിടെ ഭാര്യയെന്നോ ഭർത്താവെന്നോ മക്കളെന്നോ ഒന്നുമില്ല. നമ്മളങ്ങനെ വിചാരിക്കും, നമ്മളില്ല. അവിടെ എല്ലാവരും യേശുവിന്റെ സ്വന്തമായിട്ടുള്ളവരാണ്. അവിടെ അത് തന്നെയാണ്. അല്ലെ, നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ ഭാര്യ അവിടെ കാണാം, ഭർത്താവിനെ അവിടെ കാണാൻ വരുമ്പോൾ അവർ പറയും, നമ്മൾ അറിയത്ത് പോലില്ലോ, നമ്മൾ യേശുവിനെ അറിയുന്നവരാണ്. ഇതാണ് നമ്മൾ അവിടെ അറിയേണ്ടത് പ്രിയമുള്ളവരെ. വെളിപാടില് 19 പറയുന്നുണ്ട്, സ്വർഗം തുറക്കപ്പെട്ടതായി, പുതിയ ജെറുസലേം
വാനമേഘങ്ങൾ എഴുന്നള്ളി വന്ന് കർത്താവ് ഒരു പുതിയ ജെറുസലേം ഈ ഭൂമിയിൽ അതിനു മുമ്പായി കൊണ്ടുവരുന്നതിനെ പറഞ്ഞാണ്. സ്വർഗം തുറക്കപ്പെട്ടതാ ഞാൻ കണ്ടു, ഇതാ ഒരു വെള്ളക്കുതിര, അതിന്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവന്റെ മിഴികൾ തീനാളം പോലെ. അവന്റെ ശിരസിൽ ഇങ്ങനെയുള്ളവനെ കണ്ടാൽ പിന്നെ വേറെ ആരെങ്കിലും നോക്കുവോ? ഇവിടെയാണ് എന്റെ സുന്ദരൻ, അവനേക്കാൾ സുന്ദരനായ ആരുമില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാ മിഴികളും ആത്മീയ സൗന്ദര്യമാണ്. എല്ലാ മിഴികളും അവനിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ്. വേറെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. എല്ലാവരും മാലാഖമാരും വിശുദ്ധരും. അവൻ പരിശുദ്ധനാണ്, അവൻ എന്റെ ജീവൻ വീണ്ടെടുത്തവനാണ്, അവൻ എനിക്ക് വേണ്ടി മരിച്ചവനാണ്, അവൻ എന്റെ പാപങ്ങളെ മോചിപ്പിച്ചവനാണ്, അവൻ എന്നെ ദൈവ പൈതലാക്കിയവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഇടതടവില്ലാതെ ഒരു മടുപ്പുമില്ലാതെ നിത്യതയിൽ എന്നും പ്രഘോഷിക്കുന്ന അത്രമാത്രം സുന്ദരനാണ് അവൻ, ഈശോ മിശിഹാ. അവന്റെ മിഴികൾ തീനാളം പോലെ, അവന്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അവൻ ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ ശരീരം മുഴുവനും മുറിവേറ്റ്, അവന്റെ ശരീരം മുഴുവൻ നമുക്ക് വേണ്ടി മുറിവേറ്റത് കൊണ്ട് അവൻ അണിഞ്ഞിരിക്കുന്ന മേലങ്കി മുഴുവൻ രക്തത്തിൽ കുതിർന്നിരിക്കുകയാണ്. നമുക്ക് വേണ്ടി രക്തം ചിന്തിയവനാണ്. അവന്റെ നാമം ദൈവവചനമെന്നാണ്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ളൊരു വാൾ പുറപ്പെടുന്നു. സർവ്വജനതകളുടെ മേൽ അത് പതിക്കും. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവരെ ഭരിക്കും. സർവശക്തനായ ദൈവത്തിന്റെ ഉഗ്രക്രോധത്തിന്റെ മുന്തിരിച്ചക്ക അവൻ ചവിട്ടുകയും ചെയ്യും. ഇതാണ് ഭയാനകമായ വിധി നാൾ. അവനെ അറിയാത്തവരും അവനെ തള്ളിപ്പറഞ്ഞവരും ഒക്കെ ആ സമയത്ത് ഉണ്ടെങ്കിൽ അവിടെ വിധി നടപ്പാക്കാൻ വരുന്നു. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്. എന്താണത്? ഇന്ന് നമ്മൾ ആചരിക്കുന്ന തിരുനാള്. രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും, അതാണ് അവന്റെ പേര്. വീണ്ടും വെളിപാട് 21 ഒടുവിൽ പറയുന്നുണ്ട്. അവിടെ ഇന്ന് നമ്മുടെ ജെറുസലേമില് ദേവാലയം, അവിടെ മതിലൊക്കെ ഉണ്ടല്ലോ. ഇന്ന് ദേവാലയം ഉണ്ടായിരുന്നു, എന്നാൽ ഈ പുതിയ ജെറുസലേമില് ദേവാലയമില്ല. വെളിപാട് 21-22 നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. യേശുവാണ് അവിടെ ദേവാലയം. അവനോട് ചേർന്നാണ് ആരാധന മുഴുവൻ. അവിടെ നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. അതിന്റെ ദീപം കുഞ്ഞാടാണ്. അതിന്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിന്റെ കവാടങ്ങൾ പകൽ സമയത്ത് അടയ്ക്കപ്പെടുകയില്ല. അവിടെ ആകട്ടെ രാത്രി ഇല്ലതാനും. ജനതകൾ തങ്ങളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ പ്രവേശിക്കുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ പുറപ്പെടുന്ന സ്ഫടികം പോലെ തെളിഞ്ഞമായ ജീവജലത്തിന്റെ നദി അവിടെ അവൻ എനിക്ക് കാണിച്ചു തന്നു. എസെക്കിയേൽ 47 പറഞ്ഞത് തന്നെയാണിത്. നഗരവീതിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ്. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല. ദീപത്തിന്റെ വെളിച്ചമോ സൂര്യന്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർ എന്നേക്കും വാഴും. എന്നിട്ട് പറയാണ്, ഇതാ ഞാൻ സമാപിക്കുന്ന ഇങ്ങനെയാണ് വെളിപാട് പുസ്തകം. ഇത് കണ്ട് ദർശനത്തിൽ പറയാണ്. അത് കഴിഞ്ഞ് പറയണം, ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്ക് അനുസരണം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്.
ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തവനും, ആദ്യവും അന്ത്യവും. ജീവന്റെ വൃക്ഷത്തിന്റെ അവകാശം ലഭിക്കാനും കവാടത്തിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരും സകലരും പുറത്ത്. ഇത് സത്യമായ വചനമാണ് പ്രിയമുള്ളവരെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ രാജാക്കന്മാരുടെ രാജാവിന്, എല്ലാ സ്തുതിക്കും ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവന്, നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മളെ സ്വന്തമാക്കിയവന്, വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരാൻ നമ്മൾ കാത്തിരിക്കുന്നവന്, അവന്റെ പോലെ അവനെ സ്വന്തമാക്കാൻ തിരുസഭ ഇനി അവനെ സ്വന്തമാക്കാൻ, മറ്റൊന്നും സ്വന്തമാക്കണ്ട, യേശുവിനെ സ്വന്തമാക്കാനുള്ള ഒരു ആത്മീയത. ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.